നമ്മള് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വന്നിരിക്കുകയാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്ഥലം എങ്ങോട്ടാണ് നമ്മള് ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയിരുന്നു. We are waiting for ഞങ്ങളെങ്ങനെ പരുന്തുംപാറയിലെത്തിരിക്കുന്നു. പരുന്തുംപാറ പാവ നമ്മള് ചിണ്ടൂര് മേടിച്ചിട്ട് വേറൊരു ചണ്ടീനെ മേടിക്കാൻ പോണു. ഉമ്മ അനുവദിച്ചാൽ നമുക്ക് ചിണ്ടൂക്ക് കെട്ടിക്കാൻ ഗൈസ്. നമ്മുടെ ചിണ്ടൂര് പെണ്ണുമ്പിള്ളനെ വേണ്ടേ? അയ്യോ നമുക്ക് അവിടെ ആഴി നോക്കി നോക്കിയ ഗൈസ്. ഈ ഇവിടെ മൊത്തം ലോക്കൽ പാവയാ ഗൈസ്. ഈ പറക്കുന്നതൊക്കെ പട്ടമാണ്. നമ്മൾ ഇട്ടാപൂട്ടി കളിച്ചോലെ നമ്മൾ ഈ വീഡിയോയില് ഇട്ടാപൂട്ടി മേടിക്കും. മിനിമം 2 ഇട്ടാപൂട്ടി നമ്മൾ മേടിക്കും ഗൈസ്. ഞാൻ ഉമ്മീന്റെ അവിടെ വെച്ച് പറഞ്ഞു എനിക്ക് ആ ആട്ടുമാവനെ മേടിച്ചത്. ഞാൻ വാപ്പിട്ട് പറഞ്ഞു ആട്ടുമാവനെ മേടിച്ചത് അവിടെ വെച്ചത്. എനിക്കെന്റെ ചിണ്ടൂരിനെങ്കിൽ ഒരു ലൈന് വേണം. ഈ ചിണ്ടൂരിന് കപ്പിൾ ചട്ടി അച്ചുക്ക വിട്ടുള്ള ഗൈസ്. അയ്യോ സോറി ബ്രോ. ഞാൻ മേടിച്ചു തരില്ല ഗൈസ്. പരുന്തുംപാറ എത്താൻ ഇവിടെ പരുന്തിനെ കാണാനില്ല. പരുന്ത് ഗൈസ്. പരുന്തുംപാറയിൽ ഒരു പരുന്ത് ഗൈസ് കാണാവോ? ഓ ഇത് വലിയ പരുന്തിനെ പോലെ അല്ല, ഒരു പ്രാവിനെ പോലെ. ഏത് അല്ലടാ അതിന്റെ ഡ്രൈവർ അവന്റെ ഗോന്ന് പറഞ്ഞൊരു കാറുണ്ട്. ജിയോ ഏതോ പൊട്ട കമ്പനിയാണ് കേസത്. നമ്മളെ പോലെ കൊണ്ടുപോയി അവൻ കാർ മേടിച്ചെടുക്കും അയാൾക്ക്. ഞങ്ങള് മേടിക്കും ഗൈസ്, മേടിച്ച് കാണിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് പുറത്തിറങ്ങിട്ട് ബാക്കി കാണാം. പുറത്തിറങ്ങിട്ട് കാണാം. ഓക്കെ ബൈ ഗൈസ്. എന്റെ ചിണ്ടൂനൊരു കെട്ടിയോളെ ഉമ്മീ ഇത് കൊറേ പാവ. ഞങ്ങള് പരുന്തുംപാറയിൽ വന്നിട്ട് മൂക്കുണ്ട്. ഇവിടെ വന്ന 2 സാധനം കണ്ടോ? ഇവിടെ 2 സാധനം വരും. ഗൈസ് ഇവിടെ നിങ്ങക്ക് ഇതിന് പരുന്തിനെ പോലെ തോന്നുന്നുണ്ട് ഈ കമന്റ് ഇടുക. എനിക്കത് കണ്ടിട്ട് തത്തേനെ പോലെ ഗൈസ് തോന്നിയത്. ഞാനിവിടെ ചരിത്രം മാറ്റാൻ പോണു ഗൈസ്. ഇനി ഇവിടെ എല്ലാരും തത്തപ്പാറയാണ് പറഞ്ഞത്. നിങ്ങൾക്കിവിടെ പരുന്തുപാറായിട്ട് തോന്നുന്നു കമന്റ് ചെയ്യുക. ഞാൻ പറയണമെങ്കിൽ അറിയില്ല. ഇത് വ്യൂ നോക്ക് നിങ്ങള്. വ്യൂ കാണിച്ചുതരാം. വെളുപ്പിരിക്കൂടെ വരുവാണെങ്കിൽ അവസ്ഥയിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. മഞ്ഞും കൊണ്ട് ചുമ്മാ അതെ അങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചത്. ഹിമാലയൻ പർവ്വതങ്ങൾ കാണിച്ചിട്ടെ. പിന്നെ ഈ ചെറിയൊരു കുന്ന് കണ്ടിട്ടാണോ പരുന്തുംപാറ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ വലിയതായിരിക്കുന്നത്. കണ്ടില്ലേ ആ ഒരു ഷേപ്പ് അത്രയെങ്കിലും ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചു. അത്രയെങ്കിലും ഉള്ളൂ. നമുക്കിനി മുകളിലേക്ക് പോകാം. എന്റെ കൂടെ ആരൊക്കെയുണ്ട്? ചിണ്ടു. ചിണ്ടൂര് ഞാൻ ഡൈവേഴ്സ് ചെയ്യുക. വീട്ടിലെത്തുമ്പോ ഡൈവേഴ്സ് ചെയ്യുള്ളൂ. പറ്റുമെങ്കിൽ പോയി കാണാം. വാഗമൺ എന്തായാലും ഇവിടെ ഒന്നിലൊക്കെ വരാണ്ട് പോകാൻ ഇതൊക്കെ ഒന്ന്
കാരണം ഇതിന് കുറെ ഫോട്ടോസ് ഇതൊക്കെ പറയാണ്ട് കയറത്തില്ല കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ ഈ ആൾക്കാരെ വന്നിട്ട് അത് തത്തയൊന്ന് ഇമാജിൻ ചെയ്ത് തോന്നുന്നു. അതിന്റെ ബോഡിയൊക്കെ ബോഡി ഉണ്ട ഒരു തത്തേനെ പോലെ ഉണ്ട്. തത്തയാണ് ഗൈസ്. നിങ്ങൾ ഇപ്പൊ കണ്ട് പരുന്നിനെ പോലെ തത്തയുടെ ബ്രീഡില്ലേ മറ്റേ ബ്രീഡ്. ആ തത്തേനെ പരുന്ത് ആ പരുന്ത് അപ്പുറത്തില്ലേ ഒരു മനുഷ്യനെ പോലെ ഒരു മൂക്ക് ഒരു കണ്ണ് അതിന്റെ അപ്പുറത്ത്. ഗൈസ് നിങ്ങൾ പറ തത്തയാണോ അതിനെ കണ്ട് തത്തയാണോ അതോ പരുന്തിനെ പോലെ തോന്നണം? എനിക്ക് തത്തേനെ പോലെ തോന്നണം. ആ വാപ്പയുടെ സാംസങ് S24 അൾട്രയില് 100x ഉമ്മി ചുറ്റിക്കെട്ടി സാലിഹത്തായി. ഗൈസ് ഇത് കണ്ടിട്ട് ഇപ്പൊ ഒരു മനുഷ്യൻ കിടക്കാം. അങ്ങോട്ട് നോക്കുമ്പോ എത്ര ഇതെന്താ ഇത് അല്ലെങ്കിലും അല്ലാ പടച്ചു. ഗൈസ് ഇനി ഇച്ചിരി നേരം കഴിഞ്ഞിട്ടാണ് മോനസ് എന്താണ് ഇതിനെത്ര 20 രൂപയല്ലേ? 20 രൂപയ്ക്ക് ഉണ്ട്. പക്ഷെ കയ്യില് മുളക് ഉണ്ട് കൈ തരും കണ്ണു തരുമോ കേട്ടോ. ഇതൊക്കെ വ്ളോഗിലിട്ട് കണ്ണാടി അങ്ങനെ വെച്ച് കളയാൻ വേണ്ടി കളയോ എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ഊത്ത് മേടിച്ചു കൊടുത്തില്ല. നമുക്ക് ഇവിടെ നിൽക്കണോ പാഞ്ചാലിമേട് നിൽക്കണോ വൈകുന്നേരം? പാഞ്ചാലിമേട്. അയ്യേ ഇവിടെ കടയില്ല ഗൈസ്. നമ്മൾ ഇച്ചിരി നേരം ഇനി കഴിഞ്ഞിട്ട് പറ്റുള്ളൂ. ഐസ്ക്രീം കിട്ടാത്തതിന്റെ പേരിൽ കരയുന്ന ഷഹാന. അത് തന്നെ ഐസ്ക്രീം മേടിച്ചു ഫുൾ എടുക്കും കണ്ണിന്റെ ഒബ്സർവേഷൻ. ഒരിറ്റ ഐസ്ക്രീമിന് വേണ്ടി അല്ലേ ഒരിറ്റ ഐസ്ക്രീമിന് വേണ്ടി പോകാൻ തിരക്കിയിരിക്കുന്ന ഷഹാന ശുക്കൂർ. അതെ രണ്ടുപേരും സീക്രട്ട് പറയണ ഗൈസ്. നിങ്ങള് വെയിറ്റ് ചെയ്യുക ഗൈസ്. ഇവരുടെ ഒരു സിനിമ ഉണ്ട് ആൽബം സോങ് പൂമാനം. ആ പാട്ടിന്റെ കൂടെ ഒരു ആൽബം സോങ് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അത്രയുള്ളൂ ഗൈസ്. ഇനി നമുക്ക് മറ്റേ പാഞ്ചാലിമേടിൽ എത്തിയിട്ട് വേണം. ഇവിടെ അത് നിങ്ങൾ പറയണോ തത്തയാണോ അതോ പരുന്നാണോ എന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നിയത് പറയുക. ആകെ ഈ വ്ളോഗ് കണ്ടത് രണ്ടുപേരും. എന്നെ വാങ്ങാനാ? ശരി ഗൈസ്, അപ്പൊ ശരി എന്നാ ബൈ ഗൈസ്. നമ്മളിച്ചിരി നേരം ഉറങ്ങിപ്പോയി. ഞങ്ങൾ പാഞ്ചാലിമേട്ടിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ പാഞ്ചാലി മേട്. കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇടാ നിങ്ങൾക്ക് അറിയാം ഗൈസ്. കമന്റ് ഇടാ, അറിയാവുന്നവർ കമന്റ് ഇടുക ഗൈസ്. അപ്പൊ നമുക്ക് ബാക്ക് ക്യാമറയിലൂടെ കാണാം, കാരണം ഫ്രണ്ട് ക്യാമറയിലൂടെ കാണണ്ട. ഗൈസ് ഞങ്ങളൊരു വില്ലേജിൽ വന്നിരിക്കുകയാണ് ചായ എടുക്കാൻ, ചായ കുടിക്കാൻ. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗൈസ് ഒരു കൊക്ക കാണിക്കണം. ഒരു കൊക്കയാണ് ഗൈസ്, കൊക്ക. സ്റ്റൂളുണ്ടല്ലോ. എന്താണ് ഈ നിമിഷത്തിൽ ഇപ്പോൾ പറയാനുള്ളത്? നിനക്ക് നാരങ്ങ വെള്ളം വേണം? എനിക്ക് നാരങ്ങ വെള്ളം മതിയോ ചായ വേണം?
വേഗം പറയും. ചായ ഒരു നാരങ്ങ മതി. വെള്ളം മതി. വെള്ളം 2 നാരങ്ങ വെള്ളം. മുഖമൊക്കെ ഫ്രഷാ. ഉമ്മ ഈ നിമിഷത്തിൽ ഇപ്പൊ പറയാനുള്ളത് വെള്ളമൊക്കെ ഈ നിമിഷത്തിൽ എന്റെ ചിണ്ടൂരെടുത്തില്ല ഗൈസ്. മുഖമൊക്കെ കഴുകി ഫ്രഷ്. എന്റെ ചിണ്ടൂരെടുത്തില്ല ഗൈസ്. ഇനി നമുക്ക് ചിതയിട്ടോളാം. നല്ല കമന്റുകൾ പാഴ്സലായിട്ട് വരും. പിന്നെ എന്റെ വീഡിയോ ഇത് ഞാൻ ഇട്ട് എത്ര വ്യൂസ് കിട്ടും? ഇതിപ്പോ ഇടാൻ പോവാ 2 വ്യൂസ്. കൂടിപ്പോയ 10. കൂടിപ്പോയ സബ്സ്ക്രൈബേഴ്സ് എത്രടാ? 200. അവരൊക്കെ അല്ല പഠിക്കുമ്പോ ഓരോ കുഞ്ഞു പിള്ളേര് കുറെ പേര് അരങ്ങി കൈകൊക്കെ ആ ഇവരെ ഇറങ്ങി വരുമ്പോ നേരം വിളിക്കുമ്പോ അപ്പൊ നമ്മള് പോവാണ് ഗൈസ്. നമുക്ക് ബാക്ക് ക്യാമറ കാണാം. നമസ്കാരം. ഹൈ ഗൈസ്. താമടി ചാമടി പാഞ്ചാലിയോട് പാഞ്ചാലി വീടല്ല. മോടോ ഗൈസ് ബോഗേനില്ല. ഉമ്മയോട് പറിച്ചിട്ട് എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറാണ്. ഗൈസ് എന്റെ ഉമ്മ എന്നെ നേരത്തെ സ്വപ്നം കണ്ടു. എനിക്കറിയാം നാളെ 1 മില്യൺ അടിക്കുന്നു. പക്ഷെ ഉമ്മി ഇപ്പോഴേ എനിക്ക് 1 മില്യൺ ഉണ്ടെന്നാണ് ഗൈസ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. മനസ്സിലായി താമടി ചാമടി മഞ്ഞില്ലേ? പോസ് ചെയ്യുന്ന 2 വ്യക്തികളാണ് നിങ്ങൾ കാണുന്നത്. ഫോട്ടോ എടുക്കുന്നത് വാപ്പിയാണ്. അല്ലാ താമടി ചാമടി സിംഹത്തിന് നീ പിടിക്ക കൈസ്. നമ്മള് വേറെ കൈമറുകയാണ്. ഇഞ്ചുറിയാണ്. ഇഞ്ചുറി കുറെ പിള്ളേർക്ക് ഇഞ്ചുറി. താത്ത സംസാരിച്ച് ഞാൻ വീട് എടുക്കാം. നമ്മൾ പാഞ്ചാലി വീട് കയറിയാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടറിൽ കയറി കുറച്ച് ടിക്കറ്റൊക്കെ മേടിച്ച് 6 ടിക്കറ്റൊക്കെ മേടിച്ച് ഈ സാമാനത്തിൽ നിന്ന് ടിക്കറ്റ് എനിക്ക് മനസ്സിലാകത്തെ. ഇവിടെ പിന്നെ ഫീസ് ഉള്ളത് ചുമ്മാ ജസ്റ്റ് ഒന്ന് പണി വെച്ചാൽ കാണാം. ഒരു ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവർക്കല്ല ഓഫറായിരിക്കും. കാരണം ഇതില്ലേ ആ പണി വെച്ചാൽ ഇവിടെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ അങ്ങോട്ട് കയറി പോകുന്നുള്ള ഇതിരുന്നില്ല ബിൽഡൊക്കെ കാണാൻ പറ്റും. താമടി ചാമടി. നിങ്ങൾക്ക് ബോറടിക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ ഗൈസ്. ഞങ്ങൾക്ക് വ്യൂസ് മാത്രം മതി അല്ലേ? എന്നാൽ ഞങ്ങൾ ബാക്കടിച്ച് പോയിട്ട് അത് തന്നെ, അത് മാത്രം ചെയ്യരുത്. വീഡിയോ ഫുള്ള് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ നീ ഇത് യൂട്യൂബിൽ ഇടണം. ആരും കാണാത്ത രീതിയിൽ മറ്റു സംഭവത്തിൽ പോമിയൊന്നോ ഇത് കട്ടിയിട്ടുണ്ടോ? ഇതൊക്കെ ഒരു 10 ദിവസം ഗൈസ്. ഞങ്ങളങ്ങനെ സാഹസികമായിട്ട് ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. മടച്ചിരിക്കുന്ന
ഗൈസ് ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം. ഈ ചിഹ്നം ഇവിടുന്ന് ഒരു സാധനം വരും. പടച്ചപ്പോൾ എന്താ ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല. തുമ്മ 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 തുമ്മ. നമുക്ക് ചോരാത്താനെ സൂം ചെയ്യാം. ഓക്കെ ഗൈസ് ബൈ. ഹലോ ഗൈസ്, അങ്ങനെ രാത്രിയായി. അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോവാണ്. എന്തിനു പറ. പറയാൻ പറ്റിയ അവസ്ഥയല്ല ഗൈസ്. അത് തന്നെ 30 ഛർദിച്ചു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. 30 ഛർദിച്ചു പറയണത്. അടുത്ത ട്രിപ്പുമായിട്ട് വീണ്ടും കാണാം. ആ എല്ലാരും ഇങ്ങനത്തെ വെർപ്പിക്കൽ വ്ളോഗ്സ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും തിന്നാൻ കയറുന്ന വീഡിയോ ചിലപ്പോൾ ഇടായിരിക്കും ഗൈസ്. ചിലപ്പോൾ മാത്രം ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങള് 1 2 3 4 5 6 പേര് മാത്രമല്ല ഇപ്പോഴും ട്രിപ്പ് പോണത്. ചിന്നായൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ലോക പ്രശസ്തമായ ചെടി വിളിക്കുന്ന വ്ളോഗറാണ് വിസിയ സലീം. ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ അപ്പം തന്നെ വരും. ആവശ്യാനുസരണം തേയിലും മിതമായ നിരക്കിൽ. ചിന്നാക്ക് ചില പൈസയുടെ പ്രശ്നം കാരണം, സാമ്പത്തിക പ്രശ്നം കാരണം ചിന്നായാണെങ്കിൽ നിരക്കിൽ മുന്തിയിനം തേയില കൂമ്പുകൾ അതും നല്ല ലോക പ്രശസ്തമായ ഫേസ്ബുക്കറുള്ള യൂട്യൂബർ, ഫേസ്ബുക്കർ തന്നെ ഇവരുണ്ട്. ഫേസ്ബുക്കറുള്ള. പിന്നെ അടുത്തതായി സലീം ചെയ്യാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റീൽ വർക്ക് ഉണ്ടെങ്കിൽ അയാം സലീം ചെയ്യാൻ ഇൻസ്റ്റയിൽ ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെട്ടതാണ്. നല്ല വർക്കൊക്കെ ചെയ്തരും. നിങ്ങൾക്ക് സരാവോൾ 1 2 3 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് ആണ്. ഈ വ്ളോഗ് മൊത്തം കണ്ട ആൾക്ക് ഒരു ബിരിയാണി പിടിച്ചാന്ന് പറയാം. പിന്നെ ഒരു ഗീവ് അവേ ഉണ്ട്. പിന്നെ ഒരു ഗീവ് അവേ ഒക്കെ വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾ എന്റെ ഈ വീഡിയോ വ്ളോഗ് മൊത്തം നിങ്ങൾ മൊത്തം കാണുന്നതാണ്. ക്രിഞ്ചൊന്നും ഇല്ലാതെ എനിക്കറിയാം. നിങ്ങൾ കണ്ടാൽ മാത്രം അത് നിങ്ങൾക്കൊരു ചലഞ്ച്. അത് ഞങ്ങൾ തരുന്ന ചലഞ്ചായിട്ട് നിങ്ങൾ എടുക്കുക ഗൈസ്. ഇതാണ് ഞങ്ങളുടെ വീട്. അല്ല ഹോം സിറ്റി. അതല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. നമ്മളിനി നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം ഞങ്ങൾ ഇനി എങ്ങോട്ടാണ് അടുത്തത് പോകുന്നത്. ഓപ്ഷൻ എ നൈനീസ് കോട്ട, ഓപ്ഷൻ ബി കൈഫാൻ, ഓപ്ഷൻ സി പറ ഫർസി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഓപ്ഷൻ സി പോകില്ല. അത് എന്നാൽ ഓപ്ഷൻ എയോ ബിയോ അതിലേതെങ്കിലും ആയിരിക്കും. ഇതൊക്കെ ഇട്ടോ, ഇതൊക്കെ ഇട്ടോ. അതോളൂ, ഇതൊക്കെ രാത്രി അപ്പോൾ അങ്ങോടെ ഗൈസ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ കമന്റ് ഇടുക. നിങ്ങളുടെ കമന്റാണ് ഞങ്ങൾക്ക് തരുന്ന ഞങ്ങളുടെ സപ്പോർട്ട്. അതുപോലെ നിങ്ങൾ വീഡിയോ മൊത്തം 1 മിനിറ്റ് ഇരുന്ന് കാണുക. അത് കഴിഞ്ഞ് നിങ്ങൾ ബാക്കി അറിയിക്കുക. കാരണം 1 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ കിട്ടും. നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി യൂട്യൂബിൽ നിന്ന്, അല്ലേ? അത് തന്നെ, ഞങ്ങൾക്ക് പൈസ കിട്ടിയത്. എല്ലാ യൂട്യൂബേഴ്സും എങ്ങനെ പറയാറില്ല, ആരും ഇങ്ങനെ പറയാറില്ല. ഉള്ളിലുള്ള സാധനം നമ്മൾ പുറത്തിടുക. കുറച്ചുകൂടെ വിശാല മനസ്സിലേക്ക് ഏതെങ്കിലും 3 ശത്രുക്കൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന 3 പേരെ അയച്ചു കൊടുക്കുക. അപ്പൊ ഞങ്ങൾക്ക് ഷെയറുമായി. പിന്നെ ഡിസ്ലൈക്ക് ആണെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചു, കുഴപ്പമില്ല. ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി, വ്യൂസ് കിട്ടിയാൽ മതി. സബ്സ്ക്രൈബ് അടിച്ചതിന് കുഴപ്പമൊന്നുമില്ല. ഷെയർ ചെയ്ത് കൊടുത്ത
ഗൈസ് ഇനി നമ്മളെ അങ്ങോട്ട് പോണേ. ഇനി ഞങ്ങള് ഇനി പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. ഞങ്ങള് അടുത്ത മാസം ഇനി നമ്മൾ അടുത്ത ട്രിപ്പ് പോകണം. ചിലപ്പോ ഞങ്ങള് നിങ്ങൾക്ക് ഗൈസ് ബോംബെ പട്ടണത്തെരുവിലൂടെ രാത്രിയും പകലും ഞങ്ങൾ നടക്കുന്ന നിങ്ങളെ വെറുപ്പിച്ച് കൊല്ലും ഗൈസ്. നിങ്ങളുടെ നഗ്ന നേത്രത്താൽ കാണാൻ പറ്റും. പക്ഷെ നേത്രമല്ല, നേത്രത്തെ കണ്ടുകൊണ്ട് കാണാൻ പറ്റും. അതെ ഗൈസ്, നിങ്ങൾക്കറിയാമോ ഞങ്ങള് ബോംബെക്ക് പോകുമ്പോ നിങ്ങളെ വെറുപ്പിച്ചു കൊല്ലും. നിങ്ങൾ കാണണം, കണ്ടേ പറ്റൂ. എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും കിട്ടുന്നില്ല. നിങ്ങളത് ഗസ് ചെയ്തെടുത്തോ ഗൈസ്. വേറെ എന്നാ ഞാൻ എല്ലാരും പോയി കിടന്നു മൂത്രച്ചിടുന്നു. ഗൈസ് ഇതിന്റെ അരികള് ഗൈസ് ഞങ്ങള് പോകുന്നത് 90s കോട്ടോ ഓപ്ഷൻ എ ആണ്. കമ്മ്യൂണിറ്റി അവർക്ക് 5 പേർക്ക് ഞങ്ങള് തിരിച്ച് റിപ്ലൈ കമന്റ് ഇട്ട 5 പേർക്ക് ഞങ്ങള് ഇവരെ ഇട്ടുന്നതായിരിക്കും. നിങ്ങളുടെ പേര് സ്ഥലം അഡ്രസ് കിട്ടുന്നത്. ശരി ഗൈസ്, വലിയ ചെലവൊന്നുമില്ല. ഒരു പണം പറക്കി 200 രൂപ ബുക്ക്. തീറ്റ ഉണ്ടെങ്കിൽ ഒരു തീറ്റ, 2 ജോഡി ഷർട്ടും. ഗൈസ് എന്നാ എല്ലാരും പുതിയൊരു വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ടിങ് അടിക്കുക. അത് തന്നെ, മോനൂസിന് വേണ്ടെന്നുള്ള ആൾക്കാര്. പെണ്ണുങ്ങൾക്ക് അനുമതിയില്ല, ആണുങ്ങൾക്ക് മാത്രമുള്ള അനുമതി. കാരണം മോനൂസിന് സിഗ്മയാണ്. സിഗ്മയുണ്ട്, ഗേൾസിനുള്ള അനുമതി. സോറി ഗേൾസ്, വേറെ ചെറുക്കന്മാരെ നോക്കിക്കോളൂ. ആണുങ്ങൾക്ക് ഇവിടെ സ്കോപ്പ് ഉണ്ട്. വേണ്ടവരെ കമന്റ് ഇടുക ഗൈസ്. പുതിയൊരു വീഡിയോ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. ടാറ്റാ, ബൈ ബൈ, സീ യു.